പിതാപുത്ര പവിത്രാത്മാക്കോ സ്തുതിയോ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ 5-6 ദിവസമായിട്ട് 10-15 ദിവസമായിട്ട് നമ്മൾ കർത്താവിൻ്റെ സഭ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന മണവാട്ടി സഭയുടെ പേരുകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ മണവാട്ടി സഭയുടെ പേരുകൾ നമ്മൾ ഏകദേശം 14 പേരോളം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ 15ാമത്തെ പേര് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. കർത്താവിൻ്റെ മണവാട്ടി സഭയുടെ 15ാമത്തെ പേര് സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും എന്നുള്ള പേരാണ്. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും. सच्चाई का खंभा और उसका स्टैंड उसका അടിസ്ഥാനം. നമുക്കത് ഹിന്ദിയിൽ വായിക്കാം. അതിനുവേണ്ടി നമുക്ക് पहले तिमोथी 3 अध्याय का 15वां वचन पढ़ेंगे. पहले तिमोथी 3 अध्याय का 15वां वचन ऐसा लिखा है कि यदि मेरे आने में देर हो तो तू जान ले कि परमेश्वर का घर जो जीवित परमेश्वर की कलीसिया है और जो सत्य का खंभा और नेव है उसमें कैसा वर्ताव करना चाहिए. മലയാളം വായിച്ച്. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയാണെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. देखो इधर लिखा है सच्चाई का खंभा और नेव. परमेश्वर का सभा का नाम है सत्य का खंभा और नेव है परमेश्वर का सभा. इसके लिए परमेश्वर बोलते मैं आने के लिए देर हो जाएगा तो तू जान ले कि परमेश्वर का घर जो जीवित परमेश्वर का कलीसिया है. जो जीवित परमेश्वर का कलीसिया कैसा रहना मांगते हैं? सच्चाई सत्य का खंभा बनकर खड़ा रहना मांगते हैं. നമുക്കറിയാം, നമ്മളൊരു തൂണ് നാട്ടിയാൽ അത് സ്ട്രോങ് ആയി നിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു തൂണ് നാട്ടുന്നത്. തൂണ് നാട്ടുമ്പോൾ അത് സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് അവരുടെ വചനത്തിൽ പറയുകയാണ് सच्चाई का खंभा बनकर हमें खड़ा रहने का है. कभी सच्चाई को उधर इधर करने वाला नहीं बनने का, सच्चाई को तोड़ने वाला नहीं बनने का. वो स्ट्रॉन्ग खंभा बनकर सच्चाई को पकड़ते हुए स्ट्रॉन्ग खंभा बनकर उसका नेव बनकर हमें खड़ा रहने का है. कौन सच्चाई है? हमारा परमेश्वर का पुत्र यीशु मसीह सच्चाई है. यीशु का वचन सच्चा है और यीशु का वचन के द्वारा ही हम पवित्र होते हैं और खंभा बनते हैं और नींव बनते हैं. നമ്മൾ സത്യത്തിൻ്റെ തൂണാകുന്നത് സത്യവചനം മൂലമാണ്. യേശു എന്ന സത്യം മൂലമാണ് നാം സ്ട്രോങ് ഖംബ ബൻ സക്താ ഹെ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് ദൈവമെന്ന സത്യത്തെ ഈ ഭൂമിയിൽ നിലനിർത്തുന്ന ഒരു ഖംബ ബൻകർ नेव बनकर हमें इस दुनिया में और സ്വർഗരാജ്യം में भी ऐसा ही हमें खड़ा रहने का है. ഹല്ലേലൂയ. ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സത്യസഭ ഒരു വലിയ സത്യത്തെ നിലനിർത്തുന്ന ഒരു തൂണായി നിൽക്കണം. അല്ലെങ്കിൽ സത്യത്തിൻ്റെ അടിസ്ഥാനമായി സത്യത്തെ നിലനിർത്തുന്ന ഒരടിസ്ഥാനമായി നമ്മൾ മാറണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ.
അതുകൊണ്ട് നമ്മൾ സത്യത്തിന് വേണ്ടി പോരാടുന്നവരാണോ? സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കभी कभी हम लोग कसम खाते हैं, कसम को तोड़ता भी है हम, वो कसम नहीं है, वो सत्य नहीं है। इन्हें परमेश्वर होने वाला सत्य के लिए हमें कड़ा रहने का है. ഹല്ലേലൂയ. ദൈവമെന്ന സത്യത്തിന് വേണ്ടി, ദൈവവചനമെന്ന സത്യത്തിന് വേണ്ടി, അതിൻ്റെ അടിസ്ഥാനത്തിന് വേണ്ടി, അതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തൂണായിട്ട് ദൈവം നമ്മെ നിർത്താൻ ആഗ്രഹിക്കുന്നു. നാം നിൽക്കുന്നുണ്ടോ, നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്. ദൈവത്തിൻ്റെ ജീവനുള്ള കലീസിയ ബൻകർ ഓ സച്ചായിക്കോ खड़ा करने के लिए, वो कलीसिया का क्या काम है, चर्च का क्या काम है, नहीं तो परमेश्वर का सभा का क्या काम है? परमेश्वर होने वाला सच्चाई को दुनिया में प्रकट करना, दुनिया में वो सच्चाई का स्ट्रॉन्ग पिलर बनकर खड़ा रहना, वही है सभा का काम. हालेलुया. झूठ में जीने वाला, झूठ करने वाला चर्च, नहीं तो चर्च का मेंबर्स, वो परमेश्वर का कलीसिया का मेंबर नहीं है. हालेलुया. परमेश्वर का खंभा बनेगा, सच्चाई का खंभा नहीं है. इसके लिए हमें परमेश्वर वचन के द्वारा सुनाता है. परमेश्वर का सत्य का खंभा बनकर, नींव बनकर हमें खड़ा रहने का है. हालेलुया. तो आज സത്യവചനം ആരായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതാണ്. गया समय में हमने पढ़ा था यूहन्ना का सुसमाचार 17वीं अध्याय का 17 हमने पढ़ लिया था. जरा पढ़िए 17. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. മതി. 17 यूहन्ना का सुसमाचार 17 का 17 में सत्य के द्वारा उन्हें पवित्र कर, तेरा वचन सत्य है. तो सत्य के द्वारा, सत्य को जो हम उठाते हैं, इसके लिए हम पवित्र बन जाता है. तो हम सत्य के लिए, सत्य को उठाने के लिए, नहीं तो सत्य को खड़ा करने वाला खंभा है, तो ये खंभा को भी, वो सत्य को हम उठाया है, इसके वजह से पवित्रता मिल जाता है. हालेलुया. जो सच्चाई को लेकर खड़ा रहने वाला खंभा को, सच्चाई को उठाया, इसके लिए हम പവിത്ര ബൻ ജാത്താ ഹെ. നാം സത്യത്തെ എടുക്കുന്നത് കൊണ്ട് നാം വിശുദ്ധരായി മാറുന്നു. ഹല്ലേലൂയ. നാം സത്യത്തിനായി നിൽക്കുന്നത് കൊണ്ട്, നാം സത്യത്തെ ചുമക്കുന്നത് കൊണ്ട് നാം എന്തായി മാറുന്നു? വിശുദ്ധരായി മാറുന്നു. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് സത്യമാണ്. ഈ വചനം ആരാണെന്ന് നമ്മൾ താഴോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ഈ സത്യത്തെ ചുമക്കുന്ന വ്യക്തികളും, അല്ലെങ്കിൽ ഈ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന സ്ട്രോങ് പില്ലർ बनकर हम खड़ा रहेगा तो हम भी पवित्र बन जाता है. हालेलुया. ये सत्य वचन कौन है करके हम देखेंगे. यूहन्ना का सुसमाचार में पहले अध्याय का पहले वचन हम पढ़ेंगे. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു, സകലതും അവൻ മുഖാന്തരം ഉളവായി. तो ये वचन आदि में था, ये सच्चाई, सच्चा वचन शुरुआत में भी, दुनिया का शुरुआत में था करके अपने को उधर मालूम पड़ता है. सत्य का वचन यीशु था करके हम वो पहले अध्याय का
पहले वचन से लेकर एक 14-15 तक हम पढ़ेगा तो उधर हमें मालूम पड़ता है यीशु ही ये सच्चा वचन है करके, क्योंकि वचन जड़ धारण कर कर यीशु बन गया है। सत्य वचन जड़ धारण कर कर भूमि में यीशु बनकर आया है। हालेलुया। तो ये सत्य वचन के लिए हम ये सत्य वचन को उठाने के लिए, उसको इस भूमि में खड़ा करने के लिए हम एक स्ट्रॉन्ग पिलर बनकर खड़ा रहते, तो ये पिलर को परमेश्वर पवित्र बनाता है। ഹല്ലേലൂയ. നാം ഈ സത്യത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ, ഈ സത്യത്തെ നമ്മൾ ചുമക്കുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും ഈ സത്യത്തെ ചുമക്കുന്ന വ്യക്തി വിശുദ്ധരായി മാറും. ഹല്ലേലൂയ. ഈ സത്യത്തെ ചുമന്നെങ്കിൽ മാത്രമേ നാം വിശുദ്ധരായി മാറുകയുള്ളൂ. നമുക്ക് വിശുദ്ധി പ്രാപിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. हालेलुया. जो व्यक्ति पवित्र बनेगा तो ही स्वर्ग में प्रवेश कर सकता है. हालेलुया. इसके लिए हमें क्या करना मांगते हैं? मुझे स्वर्ग जाना है। सभी लोग इच्छा रखते हैं स्वर्ग जाने के लिए। इसके लिए परमेश्वर बोल रहे हैं तू सच्चाई का खंभा बन जाओ। हालेलुया. सच्चाई को खड़ा करने वाला एक खंभा बन जाओ और सच्चाई को खड़ा करने वाला नेव बन जाओ। हालेलुया. ये परमेश्वर बोल रहे हैं। तो हमारे जीवन में हम कितना सच्चाई को खड़ा करने के लिए, परमेश्वर होने वाला सच्चाई को, यीशु प्रभु होने वाला सच्चाई को इस दुनिया में खड़ा करने के लिए एक स्ट्रॉन्ग पिलर बनकर हम कितना खड़ा रहते हैं, इसके बारे में हमें चिंता करने का है। परमेश्वर बोलते हैं मेरा सभा, मेरा कलीसिया सच्चाई का खंभा बनना मांगते हैं। हालेलुया. मेरा कलीसिया जो मनवाटी सभा परमेश्वर का सच्चाई का खंभा बनना मांगते, नेव बनकर रहना मांगते करके परमेश्वर बोल रहे. हालेलुया. इसलिए ഈ സത്യത്തെ നാം അറിയണം, അറിഞ്ഞു കഴിഞ്ഞിട്ട് അതിനെ ചുമക്കണം. हालेलुया. यीशु होने वाला सच्चाई को हम जान लो और उठा लो. हालेलुया. यीशु हमारे अंदर आना चाहता है. ये सच्चाई होने वाला यीशु हमारे अंदर आना चाहता है. ये यीशु को हमारे अंदर बिठाकर हम उनको लेकर घूमने वाला एक खंभा बनकर हमें बनना है. हालेलुया. इसके लिए तो ही हम एक पवित्र मनुष्य बनेगा, पवित्र सभा का एक अंग बनेगा, और पवित्र सभा जो स्वर्ग में प्रवेश करेगा तो हम भी पवित्र बनकर वो स्वर्ग का वासी बनने के लिए हमें भी परमेश्वर सहायता करेगा. तो अभी यूहन्ना का सुसमाचार 8वां अध्याय का 31 हम पढ़ेंगे. 31 में ऐसा लिखा है, तब यीशु ने യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. तो उधर लिखा है तब यीशु ने उन यहूदियों से कहा जिन्होंने उनकी प्रीति की थी, कहा यदि तुम मेरे वचन में बने रहोगे तो सचमुच मेरे चेले ठहरोगे. तो परमेश्वर का चेले ठहरने का है, तो परमेश्वर का चेला ठहर कर हमें परमेश्वर का पीछे हो लेने वाला व्यक्ति बनने का है, तो सचमुच परमेश्वर का वचन को अपनाना मांगते. ദൈവത്തിൻ്റെ വചനം നാം സ്വീകരിക്കുന്നെങ്കിൽ മാത്രമേ, വചനപ്രകാരം ജീവിക്കുന്നെങ്കിൽ മാത്രമേ, വചനത്തെ ചുമക്കുന്നെങ്കിൽ മാത്രമേ നാം വചനത്തെ നിലനിർത്തുന്ന, സത്യത്തെ നിലനിർത്തുന്ന, സത്യവചനത്തെ നിലനിർത്തുന്ന ഒരു പില്ലറായി നാം മാറുന്നെങ്കിൽ, ഒരു തൂണായി നമ്മൾ മാറുന്നെങ്കിൽ മാത്രമേ നാം അവൻ്റെ ശിഷ്യരായി മാറുകയുള്ളൂ. ഹല്ലേലൂയ.
അതുകൊണ്ട് यीशु का शिष्य बनने के लिए हमें सच्चा वचन को लेने वाला न खड़ा करने वाला एक पिलर बनना मांगते, तो ही परमेश्वर का शिष्य हम बन सकते हैं। हालेलुया। उसका 32 तक पढ़िए, 32 पढ़िए। സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. और सत्य को जानोगे और सत्य तुम्हें സ്വതന്ത്ര करेगा. സത്യത്തെ കുറിച്ച് നിങ്ങൾ അറിയുമെങ്കിൽ, സത്യം നിങ്ങൾ അറിഞ്ഞുവെങ്കിൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നമ്മൾ യേശു എന്ന സത്യത്തെക്കുറിച്ച് യഥാർത്ഥമായി അറിഞ്ഞെങ്കിൽ, യഥാർത്ഥമായി അറിഞ്ഞവർ സ്വാതന്ത്ര്യത്തിലേക്ക്, വചനത്തിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് ഇറങ്ങിയിരിക്കും. അപ്പോൾ വചനം ചെയ്യുന്നതിൽ, വചനം പ്രവർത്തിക്കുന്നതിൽ ഇന്നും നമ്മളെ പിടിച്ചു നിർത്തുന്ന ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആ സത്യം വേണ്ടും വണ്ണം അറിഞ്ഞിട്ടില്ല. വേണ്ടുവണ്ണം അറിഞ്ഞ ഒരു വ്യക്തി, സത്യത്തെക്കുറിച്ച് യഥാർത്ഥ നോളജ് എടുത്ത ഒരു വ്യക്തി, ആ വ്യക്തിയെ സത്യം തന്നെ സ്വതന്ത്രമാക്കും. हालेलुया। हम यथार्थ रीति से सच्चा प्रभु यीशु के बारे में जानकारी लिया तो जरूर यीशु प्रभु हमें स्वतंत्र करेगा। यदि हम जाना फिर भी हम उधर खड़ा रहा है, वचन को पूरी तरह से अपनाया नहीं है, तो चिंता करो, हमें परमेश्वर का पुत्र यीशु मसीह स्वतंत्र करना नहीं चाहता है, क्योंकि पूरी तरह से हम जानकारी लिया तो भी हम उसको हमारे जीवन में स्वीकारा नहीं, इसके लिए हमें स्वतंत्र नहीं करते हैं। हालेलुया। किसी का पकड़ में है, किसी का कोई चीज़ का पकड़ में हम रह गया, कोई बंधन में है, हम कोई व्यक्ति को नहीं तो कोई चीज़ को, कोई अधिकार को हम डरते हैं, इसका वजह से हमें उधर वचन को अपनाने के लिए नहीं हो रहा है. ഹല്ലേലൂയ. നാം എന്തിനെയൊക്കെയോ പേടിക്കുന്നു, ഏതോ വ്യക്തികളെ പേടിക്കുന്നു, ഏതോ സാഹചര്യങ്ങളെ പേടിക്കുന്നു, ഏതോ സമൂഹത്തെ പേടിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വചനത്തെ സ്വീകരിക്കുവാൻ കഴിയുന്നില്ല, വചനം ഏറ്റെടുക്കുവാൻ കഴിയുന്നില്ല, വചനപ്രകാരം ജീവിക്കുവാൻ കഴിയുന്നില്ല. വചനപ്രകാരം ജീവിക്കാത്തവരെ യേശു സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരികയില്ല. ഹല്ലേലൂയ. യേശുവിൽ കൂടിയുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം വചനത്തെ മൊത്തമായി ഏറ്റെടുക്കുന്ന വ്യക്തിയായി തീരണം എന്ന് അവിടെ പറയുന്നു. 33 पढ़ेगा तो उन्होंने उसको उत्तर दिया कि हम तो इब्राहिम के देश से, वंश से हैं और कभी किसी का दास नहीं हुए, फिर तू क्यों कहता है कि तुम स्वतंत्र हो जाएंगे. മലയാളം में पढ़िए. ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. നിങ്ങൾ സ്വതന്ത്രന്മാരാകുമെന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന ഉത്തരം പറഞ്ഞു. तो इधर बोल रहे हैं, सब लोग बोल रहे हैं मैं अब्राहम का संतान है, फिर हमें और क्या स्वतंत्रता मांगते हैं करके सब लोग पूछते हैं. हम लोग आराधना करते हैं, यीशु का नाम लेते हैं और पिता परमेश्वर से बहुत प्रार्थना करते हैं और अब्राहम का संतान है हम, फिर हमको कौन सा स्वतंत्रता मांगते करके यहूदी लोग यीशु से पूछने लगा. ദൈവം സ്വാതന്ത്ര്യം തരും എന്ന് പറഞ്ഞപ്പോൾ, സത്യം അറിയുന്നവൻ സത്യത്താൽ സ്വതന്ത്രമാകുമെന്ന് പറഞ്ഞപ്പോൾ, അന്ന് കേട്ടുകൊണ്ടിരുന്ന വ്യക്തികൾ പറയുന്നു, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണ്, ഞങ്ങൾ എന്തിന് അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണം. പിന്നെ അന്നേരം യേശു എന്തുവാ പറയുന്നതെന്ന് നോക്കിക്കേ. അവിടെ പറയാണ് 34. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു.
ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. देखो उधर लिखा है, तुम अब्राहम का संतान है बोल बोल कर तुम पाप करते रहते हैं। इसके लिए तुम पाप करते हैं तो तुम पाप में डूब गया है। इसके लिए तुम्हें पाप से स्वतंत्र होने के लिए यीशु होने वाला सच्चाई में तुम्हें खड़ा रहना मांगते। यीशु होने वाला सच्चाई में तुम खड़ा नहीं रहते तो तुम स्वतंत्र नहीं होते हैं। कौन सा चीज़ से? पाप से, गलती से, जो गलत करने से जो तुम स्वतंत्र नहीं होते हैं। घड़ी घड़ी तुम वह नीचे लेगा, पाप नहीं करेगा करके नीचे लेगा, वचन का विरुद्ध सब कुछ करते रहते हैं। इसके लिए वचन को अपना लो। वचन को खड़ा करने वाला एक खंभा बन जाएगा तो ഒരു തൂണായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾ അബ്രഹാമിൻ്റെ പേരും പറഞ്ഞ് പാപം ചെയ്യില്ല. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ പേരും പറഞ്ഞുകൊണ്ട്, ഞാൻ അബ്രഹാമിൻ്റെ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് നാം എല്ലാവരും പാപം ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മളെ അബ്രഹാമിൻ്റെ പേരും പറഞ്ഞ് പാപം ചെയ്യാതിരിക്കാൻ ദൈവം പറയുന്നു, നീ വചനം കേൾക്ക്, വചനം നിന്നെ സ്വതന്ത്രമാക്കും. വചനം കേട്ടനുസരിക്കുന്നവൻ യേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ യേശുവിൽ പാപമില്ലാത്തതുപോലെ നിങ്ങളിൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരുവാൻ യേശു മതിയായവനാണ്. അതുകൊണ്ട് നമ്മൾ പാപത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടത്. നാം ചെയ്യുന്ന ഓരോ പാപങ്ങളും നാം ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതിയാണ്, मैं इस्राएल हूँ, मैं प्रभु का बेटी हूँ करके बोल कर हम पाप करते हैं तो हमें परमेश्वर का वचन के द्वारा जो मिलने का है वो स्वतंत्रता हमें मिला नहीं है. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. स्वतंत्रता में आने के लिए परमेश्वर हमें बुला रहा है. उसका 35 पढ़ेगा तो, ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. और इधर लिखा है, और दास सदा घर में नहीं रहता, पुत्र सदा रहते हैं. सो यदि पुत्र तुम्हें स्वतंत्र करेगा तो सचमुच तुम स्वतंत्र हो जाएंगे. हालेलुया. दास अब्राहम का पुत्र नहीं तो पाप का दास. पाप करते 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 पाप का दास बनकर हम जी रहे तो हमें घर में सदा रहने के लिए नहीं मिलेगा. दास को सदा रहने के लिए, सदा परमेश्वर में सदा घर में रहने के लिए नहीं मिलते करके उधर लिखा है. मगर पुत्र बन जाएगा तो यीशु प्रभु के द्वारा वचन को अपनाते हुए, वचन के अनुसार जीते हुए हम पुत्र बन जाएगा तो क्या होते हैं? हम घर में सदा के लिए रह सकता है. हालेलुया. ये परमेश्वर का पुत्र यीशु मसीह जिधर कौन सा घर में रहते हैं उस घर का बेटी बेटा बन जाता है. हालेलुया. तो हम इधर से स्वतंत्रता प्राप्त कर परमेश्वर का घर का, नहीं तो यीशु प्रभु का घर का एक पुत्र बनने के लिए परमेश्वर इधर से स्वतंत्र करने के लिए चाहता है. ഹല്ലേലൂയ. നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ദൈവം നമ്മളോട് ചോദിക്കുകയാണ്. उसका 37 में लिखा है, मैं जानता हूँ कि तुम इब्राहिम की वंश से हो, तो भी मेरा वचन तुम्हारे हृदय में जगह नहीं पाता, इसलिए तुम मुझे मार डालने चाहते हो. हालेलुया. परमेश्वर का पुत्र यीशु मसीह का वचन जिसका हृदय में स्थान नहीं पकड़ा है, जो वचन को पूरी तरह से सबसे बढ़कर वचन को मानने के लिए तैयार हो जाएगा, उस व्यक्ति परमेश्वर का पुत्र को
मार डालने वाला नहीं है करके उधर लिखा है। हालेलुया। नहीं है तो हमारे अंदर प्रभु का वचन, यीशु प्रभु का वचन हम अपनाता नहीं है तो क्या करते हैं? हम पाप करते हैं। पाप करने के वजह से यीशु को गड़ी गड़ी मारने वाला बन जाता है। हालेलुया। हमारा पाप के लिए यीशु प्रभु मारा गया, मगर हम अभी भी गड़ी गड़ी हम पाप कर रहे तो हम गड़ी गड़ी यीशु को मारने वाला बन जाता है। हालेलुया। इसके लिए परमेश्वर बोलते हैं, यीशु प्रभु बोलते हैं, तुम मेरा वचन को तुम्हारा हृदय में रखो। तू अब्राहम का संतान है तो भी, अब्राहम का संतान को भी मेरा वचन तुम्हारा हृदय में रखना बहुत ही जरूरी है। हालेलुया। अब्राहम का संतान है करके बोलकर घूमते पाप करने से अच्छा अब्राहम का संतान है करके बोलकर परमेश्वर का पुत्र यीशु मसीह का वचन को अपना लो और वचन में जीने में यीशु को मार डालने वाला नहीं बनेगा। हालेलुया। इसके लिए परमेश्वर का वचन में हम कितना ध्यान देते हैं। वचन को सपोर्ट देने वाला खंभा बनने के लिए हम तैयार है क्या? वो सब वचन को इस दुनिया में खड़ा करने वाला एक खंभा है क्या? मैं पुकारने वाला परमेश्वर सच्चा परमेश्वर है करके बताने के लिए एक खंभा बनकर हम खड़ा रहते हैं क्या? सच्चाई का नींव बनकर हम खड़ा रहते हैं क्या? तो ही हम सभा बनते हैं, प्रभु का कलीसिया बनते हैं। हालेलुया। प्रभु का कलीसिया बोलेगा तो इस दुनिया में देखने वाला कौन सा भी कलीसिया नहीं है। उस कलीसिया से, सब कलीसिया में से एक एक पवित्र लोगों को जो खंभा बनकर सच्चाई को खड़ा करता है, उसको ये जो मनवाटी का कलीसिया में भागी बनाता है। मनवाटी दुल्हन का कलीसिया बन जाता है। हालेलुया। वो ये दुनिया का कलीसिया से अलग कलीसिया है। हालेलुया। उधर खाली पवित्र लोग ही रहेगा। हालेलुया। ये मनवाटी नहीं तो दुल्हन का कलीसिया में खाली पवित्र लोगों ही रहेगा। നാം വിചാരിക്കുന്നത് പോലെ ഈ ലോകത്തിലുള്ള हजारों कलीसिया है, ये कलीसिया में से सब कलीसिया में से എല്ലാ ചർച്ചിൽ നിന്നും എല്ലാ സഭയിൽ നിന്നും ഒന്നോ രണ്ടോ വിശുദ്ധീകരിക്കപ്പെട്ട ജനം മാത്രം ഈ മണവാട്ടി സഭയിലേക്ക് കടന്നു പോവുകയുള്ളൂ. അതിനുവേണ്ടി ഒരുങ്ങുവാനാണ് ഇന്ന് നമുക്ക് ദൈവം വചനം തരുന്നത്. ദൈവം പറയുന്നു, നീ ആയിരിക്കുന്ന ഈ സഭയിൽ നീ എന്നും ഇരുന്നാൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. ഈ സഭയിൽ നിന്നുകൊണ്ട് നീ എന്ത് ചെയ്യണം? എൻ്റെ വചനം പ്രകാരം ജീവിക്കണം, എൻ്റെ വചനം ഏറ്റെടുക്കണം, ഞാനാകുന്ന സത്യത്തിന് വേണ്ടി നിൽക്കാനുള്ള ഒരു തൻ്റെ ഇടമുണ്ടാകണം. ഹല്ലേലൂയ. ഒരു തൂണായി നീ മാറണം, ഒരു അടിസ്ഥാനമായി നീ മാറണം. എന്നാൽ നീ എൻ്റെ കലിസിയുടെ ഒരു ഭാഗമായി, ഒരു തൂണായി മാറും. ഹല്ലേലൂയ. മണവാട്ടി സഭയുടെ ഒരു അംഗമായി മാറണം നമ്മൾ ഓരോരുത്തരും. नाम ये कौन सा भी सभा में रहेगा तो भी परमेश्वर बोलते हैं, तुम मेरा वचन को अपना लो, वचन को पूरा करो. तुम्हारा जीवन में मेरा वचन नहीं रहेगा तो, मेरा वचन के द्वारा तुम नहीं जिएगा तो ये दुनिया का सभा में ही सड़ जाएगा. ये सभा तुम्हें नरक में लेके जाएगा. इसके लिए ये सभा तुम्हें सभा में खड़ा रहकर तुम्हें वचन के द्वारा बढ़ना है, वचन को तुम्हारा जीवन में अपनाना है. ഹല്ലേലൂയ. വചനത്തെ സ്വീകരിക്കുകയും വചനപ്രകാരം നമ്മൾ ഒരുങ്ങുകയും ചെയ്തെങ്കിൽ മാത്രമേ മണവാട്ടി സഭയുടെ അംഗമായി തീരുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. സ്വർഗരാജ്യത്തിലെ പ്രവേശിക്കുന്ന ആ സഭയുടെ അല്ലെങ്കിൽ ആ കലീസിയുടെ ആ
ചർച്ചിൻ്റെ ഒരു മെമ്പറായി മാറുവാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്ന് ദൈവം നമ്മളോട് പറയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് ഈ വചനങ്ങൾ കൊണ്ട് നമുക്ക് നിർത്താം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവേ, സ്വർഗരാജ്യത്തിലെത്തുന്ന ആ സഭയിലെത്താൻ വേണ്ടി ഞാൻ ഇന്ന് സത്യത്തിൻ്റെ തൂണായി നിൽക്കുവാൻ, എൻ്റെ യേശുവിനെ ഇവിടെ നിർത്തുന്ന, എൻ്റെ യേശുവിൻ്റെ സത്യത്തെ വിളിച്ചു പറയുന്ന, എൻ്റെ യേശുവിൻ്റെ സത്യത്തെ വീഴാതെ നിർത്തുന്ന അടിസ്ഥാനമായി നിൽക്കാൻ ദൈവമേ എന്നെ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമാക്കി ഞങ്ങളെ മാറ്റണമെന്ന് हम प्रार्थना करेंगे. पूरी तरह से समर्पण कीजिए. हालेलुया. സ്തോത്രം. ധന്യവാദ് പ്രഭു. നാം സമർപ്പൺ कर പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ചാട്ട് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. हालेलुया. സത്യത്തിൻ്റെ खांबा बनकर, नींव बनकर जीने के लिए प्रभु हमें तैयार कर रहे हैं. इसके लिए मैं प्रभु को धन्यवाद करता हूँ. सभी लोगों को प्रभु यीशु मसीह के नाम से वंदन करता हूँ. और ये वीडियो सभी लोग सब्सक्राइब करने के लिए हम प्रार्थना रिक्वेस्ट करता हूँ. और सभी लोग शेयर करने के लिए अपना सभी बंधु मित्रों को शेयर कर देने के लिए मैं प्रार्थना करता हूँ. और यीशु मसीह जो व्यक्ति ये सुसमाचार में भागी होते हैं उन सभी को आशीष करने के लिए मैं प्रार्थना करता हूँ. परमेश्वर सभी को आशीष करे यीशु मसीह के नाम से. आमीन. सब परमेश्वर सभी को आशीष करे. आमीन.